പിഞ്ചു കുട്ടികൾക്കും ലോലഹൃദയർക്കും കാണാൻ പറ്റിയ ഒരു ഫീൽ ഗുഡ് ആനിമെ ടക്കോപ്പീസ് ഒറിജിനൽസ്. അതെ, ഗ്രേവ് ഓഫ് ദ ഫയർഫ്ലൈസ് ഒക്കെ പോലെ പക്ക ഫീൽ ഗുഡ് ആയിട്ട്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും വെള്ളരിപ്രാവുകൾ നീ കണ്ടോ? തൻ്റെ നായയോടൊപ്പം സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിയുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് ഒരു ക്യൂട്ട് ഏലിയൻ കടന്നു വരുന്നു. പിന്നീട് ആ കുട്ടിയുടെയും അവളുടെ സ്നേഹസമ്പന്നരായ കൂട്ടുകാരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന രസകരമായിട്ടുള്ള ഇവൻറ്റ്സ് എടുത്ത് കാണിക്കുന്ന ഒരു ഫീൽ ഗുഡ് ആനിമയാണ് ടക്കോപ്പീസ് ഒറിജിനൽസ്. സത്യം പറഞ്ഞാൽ ഹൈലി ട്രോമാറ്റിക്. വെറും 6 എപ്പിസോഡുള്ള ഈ ആനിമയുടെ എല്ലാ എപ്പിസോഡും പക്ക ട്രാജിക്കാണ്. ഈ 6 എപ്പിസോഡിനും IMDbയിൽ 9 മുകളിലാണ് റേറ്റിംഗ്. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് എന്താണെന്ന് മനസ്സിലായല്ല. ബേസിക് പ്ലോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയൊക്കെ തന്നെ, പക്ഷേ കുറച്ച് ആൾട്രേഷൻ ഉണ്ട്. അതായത് തൻ്റെ പട്ടിക്കുട്ടിയോടൊപ്പം സന്തോഷത്തോടു ജീവിക്കുന്ന ഒരു നായികയല്ല നമ്മുടെ കഥയിലെ നായിക. ഈ പട്ടി അല്ലാതെ വേറെ ആരോ കുട്ടിക്കില്ല. അച്ഛൻ പണ്ടേ ഉപേക്ഷിച്ചു പോയി. അമ്മയാണെങ്കിൽ ഒരു പട്ടിയുടെ വില പോലും ആ കുട്ടിക്ക് കൊടുക്കില്ല. ഇതൊന്നും പോരാഞ്ഞ് സ്കൂളിൽ മൊത്തം നെഗറ്റീവ്. അതായത് നിങ്ങൾ ബുള്ളിങ് എന്നൊക്കെ പറഞ്ഞാൽ ഈ സീനിയേഴ്സ് ജൂനിയേഴ്സ് മറ്റേ ചുഞ്ചിലോമുള്ള ഒരു പാട്ട് പാടിയ ബുള്ളിങ് അല്ല. പാട്ട് പാടും നീ? പാട്ട് പാടാൻ അറിയാം. മലയാളം വേണോ, ഹിന്ദി വേണോ, തമിഴ് വേണോ? നിങ്ങൾ ആലോചിക്കണം, നമ്മളീ സംസാരിക്കുന്നത് കോളേജ് സ്റ്റുഡൻസിൻ്റെ കാര്യമല്ല. ഈ കേരളത്തിലെ ട്രെൻഡ് പോലെ +1 +2 ഫൈറ്റും അല്ല. ഇത് ഒരു 5-10 വയസ്സുള്ളൊരു കുട്ടിയുടെ കാര്യമാണ് പറയുന്നത്. അതൊക്കെ പൊട്ട്. ഈ ട്രോമക്ക് മുകളിൽ ട്രോമ കയറിയിരിക്കുന്ന കുട്ടിയുടെ ജീവിതത്തിലേക്ക് ഒരു ദിവസം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ഏലിയൻ കടന്നു വരും. പിന്നീട് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഒരു ബേസിക് പ്ലോട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഏലിയൻ വന്നല്ല, എനിക്കളി മാറും. ചായയുടെ കാശ്. അതായത് ഈ ഏലിയൻ എന്ന് വെച്ചാൽ പേരിന് മാത്രമേ ഒരു ഏലിയൻ ഉള്ളൂ. ഈ ഭൂമിക്ക് പുറത്ത് വരുന്ന എല്ലാ ജീവിക്കും ഏലിയൻ എന്നാണല്ലോ പറയാം. ഇതൊരു പക്ക ക്യൂട്ട് സാധനം, ഒരു പൂച്ചക്കുട്ടിനേക്കാൾ പാവം. സോ ദ ട്രോമ കണ്ടിന്യൂസ്. ഇനി സീരിയസ് ആയിട്ട് ഇവർ ഈ കഥയിൽ പറയാൻ ശ്രമിക്കുന്ന കാര്യം എന്തെല്ലാമെന്ന് പറഞ്ഞാൽ, ഈ കുട്ടികളെ സ്കൂളിൽ അനുഭവിക്കുന്ന ബുള്ളിങ്, ഡിസ്ക്രിമിനേഷൻ, ഈ ചെറിയ കുട്ടികളുടെ ലൈഫിൽ പേരൻസിൻ്റെ ആബ്സെൻസും അവരുടെ ബാഡ് ലൈഫ് സ്റ്റൈലൊക്കെ എത്രത്തോളം മോശമായിട്ട് അഫക്റ്റ് ചെയ്യുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് കുറച്ച് സമയം കൊണ്ട് കാണിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ല, 6 എപ്പിസോഡാണുള്ളത്. 6 എപ്പിസോഡും ഒന്നിനൊന്നും മെച്ചാണ്. ഓരോ എപ്പിസോഡിലും ഒരിക്കലും നിങ്ങളെ കരയിപ്പിക്കാൻ പറ്റുന്ന ഓരോ സാധനങ്ങളുണ്ട്. ഇത് എല്ലാവരോടും കാണാൻ ഞാൻ പറയില്ല, എല്ലാവർക്കും ഇത് പഠിക്കുകയും ചെയ്യാം. ഓരോ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ഇതിൻ്റെ ഒരു ഡിസ്ക്ലെയിമർ വെച്ചിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കുക. അതായത് വയലൻസും ബ്ലഡ് ഷെഡും ഈ ട്രോമയും ഒക്കെ നിറഞ്ഞ് കിടക്കുന്ന ഓരോ എപ്പിസോഡ്സാണ്. അതുകൊണ്ട് നിങ്ങളിതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് കണ്ടാൽ മതി. പക്ഷേ ഇതൊരിക്കലും കണ്ടു തീരുമ്പോൾ ഒരു നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് അല്ല നിങ്ങൾക്ക് ഉണ്ടാക്കൽ, അത് ഞാൻ ഉറപ്പുവരാം. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ആനിമേഷൻ്റെ കാര്യമാണ്. നല്ല ഫ്ലോയിൽ പോകുന്ന സൂപ്പറായിട്ടുള്ള ആനിമേഷനാണ്. പിന്നെ ഡയറക്ഷൻ, വോയിസ് ആക്ടിങ്ങിനെ കുറിച്ചൊന്നും പറയാനില്ല. ആ ടക്കോപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഏലിയൻ ക്യാരക്ടറിൻ്റെ വോയിസ് കൊടുത്തൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര ക്യൂട്ടാണ്. അതേപോലെ തന്നെ ഈ ഷിസുക്ക എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ കഥയിലെ നായികക്ക് വോയിസ് കൊടുത്തത് ആ ട്രോമയും ആ സാഡ്നെസ്സും ഒക്കെ കറക്റ്റായിട്ട് കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ക്യാരക്ടർ ഡിസൈനിൻ്റെ കാര്യം പറയണ്ടല്ലോ. നമ്മൾ ഈ ടക്കോപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഏലിയനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു ഒക്ടോപ്പസിൻ്റെ ലുക്കൊക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു ക്യാരക്ടറിന്, അത് നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു 2 കണ്ണും ഒരു വായും മാത്രമേ ആ ക്യാരക്ടറിനുള്ളൂ, പിന്നെയുള്ളത് കുറച്ച് കൈയാണ്. ഈ ക്യാരക്ടറിനെ വെച്ചിട്ട് തന്നെ അവർ ഇത്രയും വലിയൊരു മെസ്സേജ് കൺവേ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെ എടുത്ത് നോക്കി കഴിഞ്ഞാലും നല്ല ക്യാരക്ടർ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എവറിത്തിങ് കെയിം ടുഗദർ പെർഫെക്റ്റ്ലി എന്ന് വേണം പറയാൻ. അത്രക്ക് നല്ല വൃത്തി തന്നെ ഇവർ ഈ സാധനം എടുത്തു വെച്ചിട്ടുണ്ട്. സോ മേലെ സ്പോയിലറൊന്നും പറഞ്ഞിട്ടില്ല, മസ്റ്റ് വാച്ചാന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഒരു 15 വയസ്സിനെങ്കിൽ മുകളിലൊരു മാത്രം കണ്ടാൽ മതി. ബാക്കിയുള്ളവർക്ക് ഇതൊരു ട്രോമയായി മാറും. അതുകൊണ്ട് 15 വയസ്സിന് മുകളിൽ എന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ടക്കോപ്പീസ് ഒറിജിനൽസിന് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. ലൈക്ക്, ഷെയർ. ഇതുപോലത്തെ അനിമെ, മൂവി, സീരീസ് കണ്ടൻസിന് സബ്സ്ക്രൈബ്. കെൽവിൻസ് POV.